സ്ഥാനമൊഴിയുന്ന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് സംസ്ഥാനത്ത് നിന്ന് പോവുകയാണ്. രാവിലെ 11-ന് കൊച്ചിയിലെത്തും. കൊച്ചി വിമാനത്താവളത്തിൽ നിന്ന് അദ്ദേഹം ഡൽഹിയിലേക്ക് പോകും. പുതിയ കേരള ഗവർണറായി നിയമിക്കപ്പെട്ട രാജേന്ദ്ര അർലേക്കർ ജനുവരി 2-ന് ചുമതലയേൽക്കും എന്ന വാർത്തയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങളുമായി ചേരാൻ പോകുന്നത്. ഉമേഷ്, വെരി ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്ന് സംസ്ഥാനത്ത് നിന്നും നമ്മുടെ നിലവിലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ്. അദ്ദേഹം തിരികെ മടങ്ങുന്നു. പക്ഷേ ഔദ്യോഗിക യാത്രയപ്പില്ലാന്ന് സംസ്ഥാന സർക്കാർ നേരത്തെ വ്യക്തമാക്കിയതാണ്. അതിപ്പോൾ അതിന് വിശദീകരണമായി പറയുന്നത് ദേശീയ ദുഃഖാചരണമുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം പക്ഷേ ചീഫ് സെക്രട്ടറി നേരിട്ട് പോയി ഉപഹാരം നൽകുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ എന്താണ്, പ്രത്യേകിച്ച് ചടങ്ങുകളില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഗുഡ് മോർണിംഗ് പ്രജിൻ, ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും നേരിട്ടൊരു ഔദ്യോഗികമായി യാത്രയപ്പ് സംസ്ഥാന സർക്കാർ നൽകില്ല. കഴിഞ്ഞ ഒരു 5 വർഷത്തിലധികം ഗവർണർ സർക്കാർ പോരിന്റെ ഒരു അന്തിമ ഒരു എതിർപ്പ് അല്ലെങ്കിൽ ഏറ്റവും അവസാനമായി സർക്കാരിന് ഒരുപക്ഷെ യാത്രയപ്പ് നൽകി വേണമെങ്കിൽ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിൽ നിന്ന് പറഞ്ഞയക്കാമായിരുന്നു. പക്ഷേ അത്തരത്തിലൊരു ഔദ്യോഗിക യാത്രയപ്പ് ചടങ്ങ് വേണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെയാണ് സർക്കാർ. അതിനിടെ ഇന്ന് മുഖ്യമന്ത്രിയും തിരുവനന്തപുരത്തുണ്ട്. ഇന്ന് 11 മണിയോടുകൂടി രാജ്ഭവനിൽ നിന്ന് ഗവർണർ എയർപോർട്ടിലേക്ക് പോകും. അതിനിടയിൽ മുഖ്യമന്ത്രി എങ്ങാനും നേരിട്ട് പോയി കാണുമോ എന്നുള്ളത് മാത്രമാണ് ഇനി അറിയേണ്ടത്. ഇന്നലെ ചീഫ് സെക്രട്ടറി, അഡീഷണൽ ചീഫ് സെക്രട്ടറിമാരായ ജ്യോതിലാൽ അടക്കമുള്ളവർ നേരിട്ട് പോയി അദ്ദേഹത്തെ കണ്ടിരുന്നു. പക്ഷെ അതിനപ്പുറം ഒരു സർക്കാരിന്റെ നേരിട്ടുള്ള പ്രതിനിധി, മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ആരും ഗവർണറെ നേരിട്ട് പോയി കാണുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇതുവരെ ലഭിച്ചിരിക്കുന്ന വിവരം. പക്ഷേ അവസാന നിമിഷം 11 മണിവരെ തിരുവനന്തപുരത്ത് അദ്ദേഹം തുടരുന്നുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ടും അദ്ദേഹം തിരുവനന്തപുരത്ത് ഗവർണറായി തുടരുകയും ഏകദേശം 3 മാസത്തിലധികം അദ്ദേഹം കാലാവധിക്ക് ശേഷവും പുതിയ ഗവർണറെ നിയമിക്കാത്തതിനെ തുടർന്ന് ഇവിടെ ഗവർണറായി തന്നെ തുടർന്നിരുന്നു. ആ കാലഘട്ടത്തിലും സർക്കാരും ഗവർണറും തമ്മിലുള്ള പോരും ശക്തമായി തന്നെ തുടർന്നിരുന്നു. എന്തായാലും ഒരു സർക്കാർ ഗവർണർ പോരിന്റെ ഒരു അധ്യായം ഇവിടെ അവസാനിക്കുകയാണ്. ഒരുപക്ഷെ കേരള ചരിത്രത്തിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത സർക്കാരും ഗവർണറും പരസ്പരം പോരടിക്കുന്ന കാഴ്ചകളായിരുന്നു കഴിഞ്ഞ ഒരു 3 വർഷവും. ആദ്യ 2 വർഷം ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എത്തി ആദ്യ 2 വർഷം കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോയിരുന്നു. അതിനുശേഷമാണ് പരസ്പരം ഒരു പോരിലേക്ക് കാര്യങ്ങൾ എത്തുന്നത്. ആദ്യം നിയമസഭയിൽ പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട പ്രമേയം പാസ്സാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള തർക്കമായിരുന്നു ആദ്യം ഉടലെടുത്തത്. അതിനു മുൻപ് ഈ സർക്കാരിന്റെ നയപ്രസംഗവുമായി ബന്ധപ്പെട്ട കേന്ദ്രവിരുദ്ധ പരാമർശങ്ങൾ ഒഴിവാക്കണമെന്നുള്ള ആവശ്യം ഗവർണർ മുന്നോട്ട് വെച്ചതോടുകൂടി ഒരു പരസ്യ തർക്കത്തിലേക്ക് മാറി. പക്ഷേ ഒരു സർക്കാർ ഗവർണർ ഒരു വലിയ ശക്തമായി വരുന്നത് ഈ സർവകലാശാലകൾ സംബന്ധിച്ചും VC നിയമനവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളുമായിരുന്നു. ഒരുപക്ഷെ കേട്ടുകേൾവിയില്ലാത്ത ഒരു സംസ്ഥാനത്തെ ഒരു മന്ത്രിക്കെതിരെ തന്റെ പ്രീതി പിൻവലിക്കുന്നു എന്ന് അറിയിച്ചുകൊണ്ട് ഒരു ഉത്തരവിറക്കുന്നതെല്ലാം അസാധാരണമായ സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായത്. ധനമന്ത്രി KN ബാലഗോപാലിനെതിരെയാണ് തനിക്ക് പ്രീതി നഷ്ടപ്പെട്ടു എന്ന രീതിയിൽ ഒരു ഗവർണർ ഒരു ഇത്തരത്തിൽ മാധ്യമങ്ങളോട് പറയുന്നത്. നിരന്തരമായി എല്ലാ വിഷയങ്ങളും എതിർപ്പുകളും എല്ലാം മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിരുന്ന, സർക്കാരിനെതിരെയുള്ള എതിർപ്പുകൾ പരസ്യമായി പ്രകടിപ്പിച്ചിരുന്ന ഒരു ഗവർണറാണ് ആരിഫ് മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന്റെ കാലാവധിക്ക് ശേഷം അവസാന ഈ 3 മാസ കാലയളവിൽ പോലും നിർണായകമായ ചില തീരുമാനങ്ങളെടുത്ത് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കിയ ഗവർണർ കൂടിയാണ്. പ്രത്യേകിച്ച് 2 വൈസ് ചാൻസലർമാരെ താൽക്കാലികമായി നിയമിച്ചുകൊണ്ട് സർക്കാരിനെ വെല്ലുവിളിച്ചു. ഒപ്പം സർക്കാരുമായി എതിർത്ത് നിന്നിരുന്ന ആരോഗ്യ സർവകലാശാല VC മോഹനൻ കുന്നുമേലിന് കാലാവധി നീട്ടി നൽകി. അദ്ദേഹം കേരള സർവകലാശാല VC-ആയും ഒപ്പം ആരോഗ്യ സർവകലാശാല VC-ആയും ഇപ്പോഴും തുടരുന്നുണ്ട്. ഈ രീതിയിൽ സർക്കാരിനെ വെല്ലുവിളിച്ച് പല നിയമനങ്ങളും നടത്തി ഇത്തരത്തിൽ സർക്കാരും ഗവർണർ പോര് അതിൻ്റെ ഒരു അധ്യായം ഇവിടെ ഇന്ന് അവസാനിക്കുകയാണ്. അദ്ദേഹം ഇന്ന് 11 മണിക്ക് രാജ്ഭവനിൽ നിന്ന് ഇറങ്ങും. ഇത്തരത്തിൽ രാജ്ഭവൻ ജീവനക്കാരുടെ ഒരു യാത്രയപ്പ് ഉണ്ടാകുമെന്ന് ആദ്യം അറിയിച്ചിരുന്നു. പക്ഷേ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചതിനാൽ അതും വേണ്ടെന്ന് നിശ്ചയിക്കുകയായിരുന്നു ഉണ്ടായത്. ഇന്ന് 11 മണിക്ക് പോയി കൊച്ചിയിലേക്കാണ് അദ്ദേഹം പോകുന്നത്. കൊച്ചിയിൽ നിന്ന് ഡൽഹിയിലേക്കും ഡൽഹിയിൽ നിന്ന് ബീഹാറിലേക്കും പോകും. പുതിയ ഗവർണർ 1-ാം തീയതി തിരുവനന്തപുരത്ത് എത്തും. 2-ാം തീയതി ആയിരിക്കും അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ചടങ്ങ്. പ്രജിൻ, ക്രിസ്റ്റീന. ഉമേഷ് പറഞ്ഞതുപോലെ നാടകീയമായിരുന്നു, സംഭവബഹുലമായിരുന്നു ആരിഫ് മുഹമ്മദ് ഖാന്റെ ഈ 5 വർഷക്കാലം എന്ന് പറയാതെ പോയി. ഇനി ഔട്ട് ഓഫ് ദ ടോപ്പിക് ഉമേഷ്, ഒരു കാര്യം കൂടെ ചോദിക്കട്ടെ. അവിടെ നമ്മുടെ കലോത്സവത്തിനുള്ള ഒരുക്കങ്ങൾ, സംസ്ഥാന സ്കൂൾ കലോത്സവം സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലാണ് ഇത്തവണ ഉള്ളത്. അപ്പോൾ ഒരാഴ്ച ഇല്ല ഇനി. അതിന്റെ ഒരുക്കങ്ങൾ എന്തായി? എല്ലാം സെറ്റാണോ അവിടെ?
എല്ലാം സെറ്റായി വരുന്നു. 25 വേദികൾ ഒരുക്കണം. അതിൽ പ്രധാന വേദിയുടെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ ഈ ഔദ്യോഗിക ദുഃഖാചരണം പ്രഖ്യാപിച്ചത് കൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉദ്ഘാടനത്തിന് മുന്നോടിയായിട്ടുള്ള ചില പന്തൽ നാട്ടൽ ചടങ്ങടക്കമുണ്ട്. അവയൊന്നും നിലവിൽ നടത്താൻ തീരുമാനിച്ചിട്ടില്ല. അതെല്ലാം മാറ്റിവെക്കുകയാണ്. എന്തായാലും ഒരു പ്രചാരണ പരിപാടികൾക്ക് ചെറിയ ഈ ഫ്ലെക്സ് പാതയോര ഫ്ലെക്സ് നിരോധനം എല്ലാം ഏർപ്പെടുത്തിയതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് നേരിട്ടു എന്നുള്ള ഒരു പരിഭവം വിദ്യാഭ്യാസ മന്ത്രി തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. എന്തായാലും ഈ പ്രചാരണങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ട്. ഒപ്പം ഇത്തരത്തിൽ നമുക്കറിയാം നമ്മുടെ 24 നമ്മുടെ ട്രിവാൻഡ്രം ടീം സെറ്റ് ആണല്ലോ അല്ലേ? ട്രിവാൻഡ്രം ടീം ഇവിടെ പൂർണ്ണമായി സജ്ജമായി ഒരുങ്ങിയിട്ടുണ്ട്. ഇനി എല്ലാവരും നമ്മുടെ ടീം മുഴുവനായി എത്തിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ മറ്റൊരു മാധ്യമ സ്ഥാപനത്തിനും അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള വലിയൊരു ശക്തി ഇവിടെ ഉണ്ടാകും. ഒരുപക്ഷെ മറ്റേത് സ്ഥാപനത്തിൽ നിന്നോ കാണാവുന്ന രീതിയിലേക്കാൾ ഏറ്റവും മികച്ച രീതിയിൽ മികച്ച സാങ്കേതിക സംവിധാനത്തോടു കൂടി കലോത്സവം നമ്മൾക്ക് പ്രേക്ഷകരുടെ മുന്നിലേക്ക് എത്തിക്കാനുമാകും. പ്രജൻ, ഉറപ്പായും ഉമേഷ്. അപ്പൊ നമുക്ക് അത് തന്നെയാണ് ഒത്തുപിടിക്കാൻ നമുക്ക് അല്ലെ? അതെ ഉമേഷ്, നമുക്ക് തകർക്കാം. നല്ലൊരു ദിവസം ആശംസിക്കുന്നു. കൂടുതൽ വാർത്തകളുമായി എത്തുക.